പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. സഭയുടെ ചരിത്രത്തിൽ കാലത്തിന് മുമ്പേ പറന്ന പക്ഷി ആണ് ദൈവദാസനായ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ. പ്രഗത്ഭരായ അനേകം വ്യക്തികൾക്ക് ജന്മം നൽകിയ കുട്ടനാട്ടിൽ വാഴ്ത്തപ്പെട്ട കുര്യാക്കോസ് ഏലിയാസിന്റെ ദൈവദാസനായ ബിഷപ്പ് തോമസ് കുര്യാളശ്ശേരി പിതാവ് എറണാകുളം അതിരൂപതയുടെ ആദ്യ മെത്രാപ്പൊലീത്തയായിരുന്ന ലോയിസ് പഴയപള്ളിൽ, ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തയായിരുന്ന ജെയിംസ് കുര്യാളശ്ശേരി, SLBS സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകയായ മദർ ശാന്ത, ഇവർക്കെല്ലാം ജന്മം നൽകിയ കുട്ടനാട്ടിൽ എടത്തുവായിൽ 1836 ജൂലൈ 8-ാം തീയതി ദൈവദാസനായ തൊമ്മച്ചൻ ജനിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ 176-ാം ജന്മദിനമാണ്. ദൈവദാസനായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ജന്മദിനം എന്ന പ്രത്യേകത കൂടി ഉണ്ട്. ഈ ജൂൺ 29-നാണ് അദ്ദേഹത്തെ എടത്തുവായി വെച്ച് ഔദ്യോഗികമായിട്ട് ദൈവദാസനായിട്ട് പ്രഖ്യാപിച്ചത്. ഒരാളെ വിശുദ്ധിയിലേക്ക് വിശുദ്ധൻ എന്ന വിശുദ്ധ എന്ന സഭ അംഗീകരിക്കുന്നതിന് 4 പടികളാണുള്ളത്. ആദ്യം ആ വ്യക്തിയുടെ സുഹൃത ജീവിതങ്ങളെപ്പറ്റി വിശദമായി പഠിച്ച ശേഷം ദൈവദാസൻ സെർവൻ്റ് ഓഫ് ഗോഡ് പ്രഖ്യാപിക്കും. അടുത്ത പടിയായിട്ട് വെനറബിൾ വന്യനായ എന്ന അവസ്ഥയിൽ അദ്ദേഹത്തെ പ്രഖ്യാപിക്കും. മൂന്നാമത്തെ പടി വാഴ്ത്തപ്പെട്ട ബ്ലസ്ഡ്. ഇപ്പം നമ്മുടെ കേരള സഭയിൽ നമുക്ക് 4 വാഴ്ത്തപ്പെട്ടവരുണ്ട്. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, വാഴ്ത്തപ്പെട്ട യുഫ്രാസ്യാമ്മ, വാഴ്ത്തപ്പെട്ട മറിയം ക്രിസ്യാമ്മ. അതിനുശേഷം വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ ആയിട്ട് പ്രഖ്യാപിക്കും. അതിൻ്റെ ആദ്യ പടിയാണ് ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ശ്രീ തോമച്ചൻ പുത്തൻപറമ്പിൽ ഫിലിപ്പോസ് ക്രിസ്യാമ്മ ദമ്പതികളുടെ ഏക മകനായിരുന്നു. അദ്ദേഹത്തിന് 2.5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് നിര്യാതനായി. തുടർന്ന് വിധവയായ അമ്മ അദ്ദേഹത്തെ വളർത്തി. തപസ്വിനിയായ ഒരമ്മയെയാണ് തോമസിൻ്റെ മാതാവിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പുണ്യ ജീവിതത്തിൽ ഏറ്റവും അധികം ആദ്യ സ്വാധീനം ആഴമായി ചെലുത്തിയത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. അദ്ദേഹം അടുത്തുവായുള്ള ആശാനകളിൽ നിന്നും മലയാളം, തമിഴ്, കണക്ക് ഇവ വളരെ ഭംഗിയായിട്ട് പഠിച്ചു. തുടർന്ന് വിവാഹിതനായ തൊമ്മച്ചന് 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഉണ്ടായി. ഏക മകന് അദ്ദേഹം ഫ്രാൻസിസ് എന്ന് പേരിട്ടു. അതിൻ്റെ കാരണം തൊമ്മച്ചൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ സ്വാധീനങ്ങളിൽ ഒന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അദ്ദേഹത്തിൻ്റെ
താമസിക ജീവിതമായിരുന്നു. അദ്ദേഹത്തോടുള്ള വലിയ ഭക്തിയുടെ സ്നേഹത്തിൻ്റെയൊക്കെ അടയാളമായിട്ടാണ് ഏകമകന് ഫ്രാൻസിസ് എന്ന് പേരിട്ടത്. ആ ഫ്രാൻസിസിന് 3 പെൺമക്കളും ഒരു മകനും ഉണ്ടായിരുന്നു. മകൻ്റെ പേര് തോമസ് എന്ന് വല്യപ്പൻ്റെ പേര് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ 3 ആൺമക്കള് തോമസിന്, മൂത്ത മകന് ഫ്രാൻസിസ് എന്ന് പേര്. ഫ്രാൻസിസിന് 2 സഹോദരങ്ങളും 3 സഹോദരിമാരുമുണ്ട്. ഫ്രാൻസിസിൻ്റെ 2 മക്കളാണ് നീതിയും കൃപയും. അവർ തൊമ്മച്ചൻ്റെ 5ാം തലമുറക്കാരാണ്. 1865 29-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസിയുടെ ജീവിതത്താൽ ആകർഷകനായി ശ്രീ തൊമ്മച്ചൻ വലിയൊരു താപസിക ജീവിതത്തിന് തുടക്കം കുറിച്ചു. ചകിരി കൊണ്ട് പിരിച്ച കയറ് അരയിൽ ചുറ്റി ഒരു താപസന്റെ വേഷം ധരിച്ച് അദ്ദേഹം ജീവിതം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ, പുണ്യ ജീവിതശൈലിയിൽ ആകർഷകരായി ആ പ്രദേശത്തുള്ള ഏതാനും വ്യക്തികളും അദ്ദേഹത്തോട് ചേർന്നു. അവരെ അന്ന് കയറ് കെട്ടിയവരുടെ സംഘം എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. അവർ പ്രത്യേകമായിട്ട് 3 നിഷ്ഠകളാണ് ജീവിതത്തിൽ പാലിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഒന്നാമത് സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിക്കുക. രണ്ടാമത് കീഴാള വർഗത്തിൻ്റെ, ദളിത് സമൂഹത്തിൻ്റെ ഉന്നമന മാനസാന്തരത്തിന് വേണ്ടി എത്തിക്കുക. മൂന്നാമത് വിശുദ്ധ ദിനങ്ങൾ ഭക്തിയോടെ ആചരിക്കുക. കേരളത്തിൻ്റെ ആദ്യ അൽമായ പ്രസ്ഥാനമാണ് ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡർ. അതിൻ്റെ സ്ഥാപകനാണ് ദേവദാസൻ. 1868 കുറുമ്പനാടൻ പള്ളിയിൽ വെച്ച് അദ്ദേഹം താപസ വസ്ത്രം സ്വീകരിച്ചു. അന്ന് നമുക്കറിയാം, ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും, നമ്മുടെ സുറിയാനിക്കാരായ പുരുഷന്മാർ ഷർട്ടിടുന്ന പതിവില്ലായിരുന്നു. ആഠ്യത്വത്തിൻ്റെയൊക്കെ അടയാളമായിട്ട് കഴുത്തിൽ വളരെ നീളം കൂടിയ ഒരു കച്ച, അതാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം അദ്ദേഹം ഷർട്ട് അല്ലെങ്കിൽ ഒരു സന്യാസ വസ്ത്രം ഇങ്ങനെ അണിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷർട്ടിടുന്നത് വലിയൊരു പാരമ്പര്യ വിരുദ്ധ പുരോഗമന നടപടിയായിട്ട് കാണുകയും ധാരാളം ആളുകൾ അദ്ദേഹത്തെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല, അക്കാലത്ത് ഈഴവരും ദളിത സമൂഹത്തിൽപ്പെട്ടവരും സ്ത്രീകൾ പ്രത്യേകിച്ചും മേൽവസ്ത്രങ്ങൾ ധരിക്കുന്ന പതിവ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ഷർട്ടിടുന്ന പതിവ് ആരംഭിച്ചപ്പോൾ അത് രൂക്ഷമായ എതിർപ്പുണ്ടാവുകയും ഒരു ശത്രുക്കൾ ഉണ്ടാവുകയും അദ്ദേഹത്തിനെതിരെ വലിയ പരാതി 1873 വരാപ്പുഴ മെത്രാപ്പൊലീത്തായി സമർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ: 1, എളിമപ്പെടുത്തുന്ന ജോലികൾ ചെയ്യിക്കുന്നു. 2, ചാവദോഷത്തിലായിരിക്കുന്ന ആളുകളെ പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. 3, ഒരു സംഘത്തിൻ്റെ സഭക്കാരുടെ തലവൻ ആയിട്ട് നടക്കുന്നു. നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുമ്പോൾ ഇത് 3ഉം ഗൗരവമുള്ള ഒരു തെറ്റ് നമ്മൾ കാണുകയില്ല, മറിച്ച് ചെയ്യേണ്ട വലിയ നന്മകളായിട്ട് നമ്മൾ കാണുകയുള്ളൂ. ഞാൻ അസിസ്റ്റന്റ് വികാരിയായിട്ട്, അല്ലെങ്കിൽ എൻ്റെ പട്ടം സ്വീകരിച്ച ശേഷം ഒരു 2 ആഴ്ച ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പള്ളിയിൽ അവിടുത്തെ അസിസ്റ്റന്റ് അച്ഛൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ തൽക്കാലത്തേക്ക് ജോലിക്ക് ചെന്നു. അപ്പം ആദ്യമായിട്ട് ആ പള്ളിയിൽ, അല്ലെങ്കിൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ആദ്യ ശുശ്രൂഷയുടെ അവസരമാണ്. അതിനിടയിൽ ഒരു ദിവസം അവിടുത്തെ വികാരിച്ച് എന്നോട് പറഞ്ഞു, ഇന്ന് 2 ചാപ്റ്ററുണ്ട്, കപ്പിയാർ വിശദമായിട്ട് അതൊക്കെ പറഞ്ഞു തരും. ആദ്യത്തെ വീട്ടിൽ നിന്നും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട, 2ാമത്തെ വീട്ടിലാണ് ഭക്ഷണം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചാത്തത്തിൻ്റെ സമയത്ത് നടന്ന് കപ്പിയാരും ഞാനും കൂടി ഒരുമിച്ച് പോയി. ആദ്യം ഒരു ദളിത് വ്യക്തിയുടെ വീട്ടിലായിരുന്നു ചാത്തം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ ഭക്ഷണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ഭക്ഷണം കഴിച്ചു. കപ്പിയാർ ഭക്ഷണം കഴിക്കാതെ ഒന്ന്
ചെറിയൊരു ബാഗ് പോലൊരു സാധനം, അത് കയ്യിലെടുത്ത് കപ്പിയാൽ പുറത്തേക്ക് ഇറങ്ങിപ്പോൾ ഞാൻ വേഗം ഭക്ഷണം കഴിച്ച് കപ്പിയാരുടെ പുറകെ എത്തി അടുത്ത വീട്ടിലേക്ക് പോയ വഴിക്കൊന്നും അദ്ദേഹം എന്നോടൊന്നും സംസാരിച്ചില്ല. സാമാന്യ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവിടെയും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. എനിക്കറിയാമല്ലോ അച്ഛന്മാർക്ക് അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഞാൻ വീണ്ടും ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോടൊന്നും മിണ്ടിയില്ല. വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വികാരിച്ച് എന്നോട് പറഞ്ഞു, അച്ഛൻ എന്ന് ചെയ്തത് വളരെ മോശമായിപ്പോയി, വളരെ തരംതാഴ്ന്ന പണിയായിപ്പോയി. നമ്മളൊരിക്കലും അച്ഛനാദ്യം ഭക്ഷണം കഴിച്ച വീട് അതുപോലുള്ള വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല. വൈദികർക്ക് ചേരാത്ത ഒരു കാര്യമാണ് ചെയ്തത്. ഇപ്പോൾ 1980 കാലഘട്ടമൊക്കെ ആയപ്പോൾ പോലും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയായിരുന്നു. താഴ്ന്നവരായി കണക്കാക്കുന്നവരുമായിട്ട് ഭക്ഷിക്കുക, അവരുടെ വീടുകളിൽ കയറി ചെല്ലുക, അവരുമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തുക, അതെല്ലാം വളരെ നിഷിദ്ധമായ കാര്യങ്ങൾ എന്ന നിലയിലാണ് കരുതിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചെലുത്തിയതിൻ്റെ ഫലമായിട്ട് 1976 അദ്ദേഹത്തെ പള്ളി മുടക്ക് അല്ലെങ്കിൽ മെത്രാപ്പൊലീത്ത അദ്ദേഹത്തെ പള്ളിക്കാര്യങ്ങളിൽ നിന്നും പള്ളിയിൽ കുർബാന സ്വീകരിക്കുന്നത് അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റി നിർത്തി ശിക്ഷ നൽകി. 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് ക്ഷമ ചോദിക്കുകയും മെത്രാപ്പൊലീത്തയുടെ അടുക്കൽ ചെന്ന് തങ്ങൾക്ക് തെറ്റുപറ്റി, അദ്ദേഹം വളരെ നല്ല ഒരു മനുഷ്യനാണ്, ചെയ്യുന്നത് വലിയ സൽകൃത്യങ്ങളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷ ഇളച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും 2 മാസങ്ങൾക്ക് ശേഷം ആ ശിക്ഷ പിൻവലിക്കുകയും ചെയ്തു. ആ ശിക്ഷയുടെ കാലങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്ന മനോഭാവം വലിയ അനുസരണത്തിൻ്റെയും വിനയത്തിൻ്റെയും, പ്രത്യേകിച്ച് ആ കാലങ്ങളിൽ പള്ളിയിൽ നിന്നും ശിക്ഷിക്കപ്പെടുക ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ആണ്ടുകുംസാരം നടത്താത്ത ആളുകളുടെ പേര് പള്ളിയിൽ വിളിച്ചു പറയുക, അവരെ പള്ളിയുടെ പുറത്ത് നിർത്തുക, പരസ്യമായിട്ടുള്ള പ്രായശ്ചിത്തം അവർക്ക് കൽപ്പിക്കുക, എല്ലാവരും വരുന്നതിന് മുമ്പ് പള്ളിയുടെ വാതിൽക്കൽ കുരിശ് പിടിച്ചുകൊണ്ട് നിൽക്കുക, കുർബാനയുടെ സമയത്ത് കുരിശ് പിടിച്ച് കുർബാന കാണുക, അതുപോലെയുള്ള പരസ്യമായ ശിക്ഷകളൊക്കെ കൊടുത്തിരുന്ന ഒരു കാലമാണ്. അപ്പം അതിനെല്ലാം ഉപരിയാണ് പള്ളിക്ക് പുറത്താക്കുക എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ടും സാമൂഹിക തലത്തിലുമൊക്കെ വേദന ഉളവാക്കുന്ന, ബുദ്ധിമുട്ടുളവാക്കുന്ന ഒന്നായിരുന്നു. ആ അനുഭവങ്ങളൊക്കെ അദ്ദേഹം വളരെയേറെ ആത്മസംയമനത്തോടെ സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന നല്ല മനസ്സോടെ അവയെല്ലാം നോക്കിക്കാണുകയും ചെയ്തു. അദ്ദേഹം പ്രവർത്തന രംഗത്തെത്തിയ ഈ 1870-കൾ കേരള സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കലുഷിതമായ കാലഘട്ടങ്ങളിലൊന്നായിരുന്നു. അന്ന് നമ്മുടെ സഭയെ ഭരിച്ചിരുന്നത് വിദേശ മെത്രാപ്പൊലീത്തമാരായിരുന്നു. വരാപ്പുഴ മെത്രാപ്പൊലീത്ത വിദേശിയായ വ്യക്തിയായിരുന്നു. അപ്പോൾ സ്വദേശി മെത്രാനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നിരന്തരമായ പരാതികൾ, പള്ളികൾ പലതും അദ്ദേഹത്തെ അനുസരിക്കാതിരിക്കുക, മാറിപ്പോവുക, വലിയ കോളിളക്കങ്ങൾ നടന്നിരുന്ന കാലമാണ്. സഭയിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. പക്ഷേ ദൈവദാസൻ ഈ അസ്വസ്ഥതകളിലൊന്നും ഉൾപ്പെടാതെ നിഷ്പക്ഷതയോടെ ഇടത്വ പള്ളിയിലെ വികാരിച്ചൻ പറയുന്നത് കൃത്യമായി അനുസരിച്ച് മുമ്പോട്ട് നീങ്ങുന്നതിന് അദ്ദേഹം താല്പര്യപ്പെടുത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ സഭയ്ക്ക് ഔദ്യോഗികമായിട്ട് 1887 ലിയോ 13 മാർപ്പാപ്പ കോട്ടയം, തൃശ്ശൂർ 2 രൂപതകൾ അനുവദിക്കുകയും സുറിയാനിക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഹൈറാർക്കിയുടെ സ്ഥാപനം അല്ലെങ്കിൽ കാരിസ്മാരെ നിയമിക്കുന്ന നടപടിയുടെ ആദ്യ പടികൾ തുടങ്ങുകയും ചെയ്തു. 1874 തോമസിനെ വീണ്ടും 3-ാം സഭയുടെ തലവനായിട്ട് അദ്ദേഹം തന്നെ തുടങ്ങിവെച്ച പ്രസ്ഥാനത്തിൻ്റെ തലവനായിട്ട് മാർപ്പാപ്പ വരാപ്പുഴ മെത്രാപ്പൊലീത്ത നിശ്ചയിച്ചു കൊടുത്തു. എന്നാൽ ഒരു 5 കാര്യങ്ങളാണ് ആ സമൂഹത്തിൻ്റെ, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം പ്രവൃത്തിയിൽ കൊണ്ടുവന്നിരുന്ന 5 കാര്യങ്ങൾ. 1, നല്ല കുടുംബജീവിതം നയിക്കുക. 2, അന്യമതസ്ഥരെ മാനസാന്തരപ്പെടുത്തുക. 3, രോഗി ശുശ്രൂഷ.
രോഗി ശുശ്രൂഷ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു ഭീകരത നമുക്ക് അനുഭവപ്പെടുകയില്ല. ഞാനൊക്കെ ചെറുപ്പമായിരുന്ന കാലത്ത് ഞങ്ങളുടെ അയലോക്കത്തോ അല്ലെങ്കിൽ പ്രദേശത്തോ എവിടെയെങ്കിലും ഒരാൾക്ക് ചിക്കൻ പോക്സ് ഉണ്ടെന്ന് കേട്ടാൽ ആ ഭാഗത്തേക്ക് ആരും പോകില്ല, അവിടെ പണിക്ക് പോകില്ല, അവരാരും വീടുകളിലേക്ക് വരുന്നത് നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല. പകർച്ചവ്യാധിയാണ്, അതിന് ചികിത്സയില്ല, ആള് മരിച്ചു പോകും. അപ്പം അതുകൊണ്ട് രോഗി ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പം ആ കാര്യം പ്രത്യേകിച്ച് താഴ്ന്ന ആളുകൾ, ഇന്നൊക്കെ നമുക്കറിയാം വിവാഹമുണ്ടെങ്കിലും ഒരു ശവസംസ്കാരമാണെങ്കിലും എല്ലാ മതത്തിൽപ്പെട്ടവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ ചെയ്യും. പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു ദളിതന്റെ വീട്ടില് ഒരാൾ മരിച്ചാൽ ഉയർന്ന സമുദായത്തിൽപ്പെട്ടവരാരും ആ വീട്ടിലേക്ക് കയറി പോവുകയില്ല. അവരൊരു വിവാഹം വെച്ചാൽ അവിടെ പോയി ഭക്ഷണം കഴിക്കുകയില്ല. അത്രയേറെ ജാതി വ്യവസ്ഥകൾ രൂക്ഷമായിട്ട് നിലനിന്ന കാലഘട്ടത്തിലാണ് ഇതൊക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ. നാലാമത് മദ്യപരെയും ആണ്ടുപുംസാരം മുടക്കിയവരെയും ഒക്കെ മനസ്സരിച്ച് മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഉപസാരിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. അഞ്ചാമത് എളിമയോടെ താഴ്ന്ന ജോലികൾ ചെയ്യുക. നമ്മുടെ സമൂഹത്തിൽ ജോലികൾക്ക് പ്രത്യേക ഏറ്റക്കുറച്ചുകൾ. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു കോളേജിലായിരിക്കുമ്പോൾ ഒരു പ്രിൻസിപ്പലായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ കന്റീനിൽ പോയിരുന്ന് കാപ്പി പിടിച്ചാൽ ഒരു പ്രത്യേക സുഖമുണ്ട്. പക്ഷെ അവരൊരിക്കലും അത് വെൽക്കം ചെയ്യില്ല, അവിടെ ചെല്ലാൻ പാടില്ല. ഞങ്ങൾ ഇരിക്കുന്നിടത്ത് വന്ന് ഇരിക്കരുത്, അതൊരു താഴ്ന്ന, നിങ്ങൾ അവിടെ അത് എത്തിച്ചത്. ഇവിടെ വല്ലപ്പോഴും ഒരു സന്ദർശന നിലയിൽ മാത്രം, അതിൽ കൂടുതൽ. അപ്പൊ അതൊരു താഴ്ന്ന ജോലികൾക്കെല്ലാം പ്രത്യേക പ്രത്യേക ഗ്രേഡുകളുണ്ട്. പ്യൂർ ചെയ്യേണ്ട ജോലിയുണ്ട്, ക്ലർക്ക് ചെയ്യേണ്ട ജോലിയുണ്ട്, സൂപ്രണ്ട് ചെയ്യേണ്ട ജോലിയുണ്ട്. ആ ജോലിയുടെ അനുസരിച്ചാണ് ഒരാൾക്ക് മാന്യത കിട്ടുന്നത്. ഒരാൾ പ്യൂൺ ആണെന്ന് പറഞ്ഞാൽ അയാൾക്ക് മാന്യതയില്ല. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ഒരാൾ ഒരു പോലീസാന്ന് പറഞ്ഞാൽ ആർക്ക് വലിയ വീഴ്ചയില്ല. SI ആന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു സാമാന്യം കൊള്ളാമല്ലോ എന്ന് തോന്നും. സർക്കിളാന്ന് പറയുകയാണെങ്കിൽ അല്പം കൂടി വ്യാപ്തി നമ്മുടെ ആദരവിന് കൂടും. DYSP ആന്ന് പറഞ്ഞാൽ നമുക്ക് അല്പം കൂടി, SP ആണെന്ന് പറയുകയാണെങ്കിൽ വലിയൊരു ബഹുമാനം, IG ആണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി. ജോലിയുടെ ഗ്രേഡ് അനുസരിച്ചാണ്. നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിലെ വികാരിയാണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും മലഞ്ചെരുവിലുള്ള പള്ളിയിലെ വികാരിയാണെന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. ഇന്ന സ്ഥലത്തെ പഠിപ്പിക്കുന്ന ആളാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന ജോലി ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന വെള്ളം കുടിക്കാൻ തരുന്ന ഗ്ലാസിന്റെ നിറം മാറും, തരുന്ന ആളുടെ മുഖഭാവം മാറും, എല്ലാത്തിനും വ്യത്യാസം. അപ്പോൾ അത്രയേറെ ജോലി കാര്യങ്ങളിലും ജീവിതത്തിൽ ഏറ്റക്കുറച്ചുകൾ കണ്ടിരുന്ന ഒരു സമൂഹത്തിലാണ് അദ്ദേഹം ഇത്രയേറെ വലിയ കാര്യങ്ങൾ നിർവഹിച്ചത്. അതുപോലെ മാസക്കൂട്ടം എന്ന് പറഞ്ഞ 1878 പൂന്തോപ്പില് ആലപ്പുഴയിൽ ധ്യാനം നടത്തുന്നതിന് വേണ്ടി, അതുപോലെ ആളുകളെ ഒരുമിച്ച് ചേർത്ത് ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നമ്മൾ ഇന്ന് കൺവെൻഷനുകളൊക്കെ നടത്തുന്ന ഒരു കാലമാണ്. അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇതുപോലെയുള്ള കുടുംബ കൂട്ടായ്മകളുടെ ആരംഭം അദ്ദേഹം കുറിക്കുകയുണ്ടായി. 1876 അദ്ദേഹം നടത്തിയ ധ്യാനിപ്പിച്ചത് കപ്പുച്ചൻ വൈദികരാണ്. ധ്യാനത്തിൽ 18 പള്ളികളിൽ നിന്നായിട്ട് പാല, കടുത്തുരുത്തി, അതുപോലെ അകല പ്രദേശങ്ങളിൽ ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ് യാത്ര ചെയ്തെത്താൻ. അന്ന് വള്ളത്തിലും കാൽനടയായിട്ടും ഒക്കെ ആളുകളെത്തുന്നു. 134 പ്രതിനിധികൾ ധ്യാനത്തിൽ പങ്കെടുത്തു. അതുപോലെ കുടുംബ ധ്യാനങ്ങൾ അദ്ദേഹം പാലായിലും ചങ്ങനാശ്ശേരിയിലും ആലപ്പുഴയിലും കുരട്ടിയിലും എല്ലാം നടത്തിയിരുന്നു. അതിൽ ധ്യാനത്തിന് വേണ്ടി വിഷയങ്ങളായി തിരഞ്ഞെടുത്തിരുന്നത് ഭർത്താവിൻ്റെ കടമകൾ, ഭാര്യയുടെ കടമകൾ, വീട്ടുകാര്യം നടത്താത്ത പിതാവിൻ്റെ ദോഷങ്ങൾ, മദ്യപാനത്തിൻ്റെ നാശങ്ങൾ, വഴക്കുകളും പിണക്കങ്ങളും രമ്യതയിലെത്തിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ധ്യാനമാണ് കപ്പുച്ചൻ വൈദികരെ കൊണ്ട് അദ്ദേഹം നടത്തിച്ചിരുന്നത്. 1889 ആയപ്പോൾ 50 പള്ളികളിൽ നിന്നായി 3000 അംഗങ്ങൾ ഈ മൂന്നാം സഭയുടെ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം എത്രയേറെ ക്ലേശവും കഠിനാധ്വാനവും നടത്തിയിട്ടാണ് ഇത്രമാത്രം പള്ളികളിൽ ചെന്ന് അച്ഛന്മാരെ സ്വാധീനിച്ച്, ആളുകളെ സ്വാധീനിച്ച് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത്
ആ പ്രസ്ഥാനത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതുപോലെ ധർമ്മ വീട് എന്ന പേരിൽ പൂന്തോപ്പിൽ അദ്ദേഹം ഒരു ഭവനം ആരംഭിച്ച് അഗതികളായിരുന്ന ആളുകളെയൊക്കെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അതിൽ 3 പള്ളികൾ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം കാഞ്ഞിരപ്പള്ളി, പഴയ പള്ളി, അതുപോലെ ആലപ്പുഴയിലെ പൂന്തോപ്പ് പള്ളി, അതുപോലെ നെയ്യാറ്റിനല്ലൂരിലെ മരായമുറ്റം പറയുന്ന സ്ഥലത്തുള്ള പള്ളി, ഈ പള്ളികളൊക്കെ ആരംഭിക്കുന്നതിന് സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും വേണ്ട പ്രോത്സാഹനവും പ്രേരണയും നൽകിയത് അദ്ദേഹമായിരുന്നു. കേരളത്തിലെ ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന 2 സന്യാസിനി സമൂഹങ്ങളിൽ അൽഫോൻസാമയുടെ സന്യാസിനി സമൂഹം, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ. ആ കോൺഗ്രിഗേഷനിലെ അംഗങ്ങൾ, ആദ്യത്തെ 8 അംഗങ്ങൾ പാലാ വലിയ പള്ളിയുടെ ഇടവകാംഗങ്ങളായ സ്ത്രീകളായിരുന്നു. അവരവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഈ 8 സ്ത്രീകൾ ഒരുമിച്ച് താമസ ജീവിതം 3-ാം സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ ജീവിച്ചു വരികയായിരുന്നു. അവര് 1888 ചാൾസ് ലെവീഞ്ഞ് മെത്രാൻ മുത്തോരി എന്ന് പറയുന്ന സ്ഥലത്ത് സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം ഇവരെ സന്ദർശിക്കുകയും ഇവരവരുടെ ആഗ്രഹം അറിയിക്കുകയും അങ്ങനെ ഒരു സന്യാസ സഭയായിട്ട് ഫ്രാൻസിസ്കൻ ക്ലാരിസ് എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹം 1888 ഡിസംബർ 4-ന് ചങ്ങനാശ്ശേരിയിൽ വെച്ച് 8 സ്ത്രീകൾക്ക് സന്യാസ വസ്ത്രം നൽകി. അങ്ങനെയാണ് അൽഫോൻസാമയുടെ സഭ ആരംഭിക്കുന്നത്. അതിൻ്റെ തുടക്കക്കാരനും അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം ചെയ്തു കൊടുത്തതും ആത്മീയ ചൈതന്യം എന്തായെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തതുമെല്ലാം തൊമ്മച്ചനാണ്. അതുകൊണ്ട് ആ സഭ തന്നെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ സഹസ്ഥാപകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണുന്നതും ആദരിക്കുന്നതും. പാലായിൽ നിന്ന് ഇതുപോലെ സ്ത്രീകൾ 8 പേര് ഒരുമിച്ച് താമസിക്കുന്നത് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ആളുകൾ എതിർത്തത് കൊണ്ട് പിന്നീട് അത് ചങ്ങനാശ്ശേരിയിലേക്ക് അവർ താമസം മാറ്റുകയും അങ്ങനെ ആ കോൺഗ്രിഗേഷൻ ചങ്ങനാശ്ശേരിയിൽ തുടങ്ങുകയും ചെയ്തു. അതുപോലെ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കോൺഗ്രിഗേഷനാണ് ആരാധന സന്യാസിനി സമൂഹം. അതിൻ്റെ ആരംഭത്തിനും തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സഹകരണ ഫലമായിട്ടാണ്. 1908 എടത്വാപ്പള്ളിയിലെ വികാരിയായിരുന്നത് ദേവദാസനായ കുര്യാലശ്ശേരി പിതാവാണ്. അദ്ദേഹം അന്ന് വികാരിയായിരിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് വേണ്ടി ഒരു സന്യാസിനി സമൂഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ അതിന് ധാരാളം തടസ്സങ്ങളുണ്ടായിരുന്നു. കോട്ടയത്ത് അന്ന് നമുക്ക് ബിഷപ്സ് ഹൗസ് അനുവദിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വലിയ തടസ്സങ്ങൾ വന്നു. ഈ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർക്ക് താമസിക്കുന്നതിന് ആദ്യം സ്ഥലം ഒരുക്കി കൊടുത്തത് തൊമ്മച്ചനാണ്. തൊമ്മച്ചൻ്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്നതിന് അദ്ദേഹം തയ്യാറായിരുന്നെങ്കിലും കുര്യാലശ്ശേരി പിതാവ് പറഞ്ഞു, ഇവർക്ക് ഫ്രാൻസിസിയുടെ ചൈതന്യം ആദ്യം മുതൽ ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും എളിയ ഒരു സാഹചര്യമാണ് വേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊഴുത്ത് വൃത്തിയാക്കി അടിച്ച് ക്ലീൻ ചെയ്ത്, അന്നൊക്കെ വീടുകളെല്ലാം വൃത്തിയാക്കിയിരുന്നത് ചാണകം മെഴുകിയാണ്. അപ്പോൾ അത് മെഴുകി വൃത്തിയാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തുള്ള തൊഴുത്തിലാണ് ക്ലാരിസ്റ്റ് SABS സന്യാസിനി സമൂഹത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. 12 ഏതാനും ദിവസങ്ങൾക്ക് ശേഷം 1908 ഒക്ടോബർ മാസത്തിൽ തൊമ്മച്ചൻ മാരകമായ രോഗം ബാധിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണസമയം അടുത്തുവെന്ന് അദ്ദേഹത്തിന് ബോധ്യം വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നാം ഇന്ന് കാണുമ്പോൾ ദീക്ഷ വളർത്തിയ വ്യക്തിയായിട്ടാണ്. മരണത്തിന് 1 വർഷം മുമ്പാണ് അദ്ദേഹം ദീക്ഷ വളർത്തി തുടങ്ങിയത്. കുര്യാലശ്ശേരി അന്ന് വൈദികനായിരുന്ന അദ്ദേഹം തൊമ്മച്ച മീശ പഠിച്ചു കളയുന്നതാണ് ഭംഗി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അടുത്ത നവംബർ മാസം ആരംഭത്തിൽ അത് പഠിച്ചു കളയാമെന്ന് പറഞ്ഞു. നവംബർ മാസം 1-ാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാളാണ്. ഒക്ടോബർ 31-ാം തീയതി അർദ്ധരാത്രി അദ്ദേഹത്തിന് അസുഖം വർദ്ധിക്കുകയും കുര്യാലശ്ശേരി പിതാവിൽ നിന്നും ആദ്യ കുദാശകളൊക്കെ ബോധത്തോടെ സ്വീകരിച്ച് നവംബർ 1-ാം തീയതി സകല വിശുദ്ധരുടെ തിരുനാളിൻ്റെ ദിവസം അദ്ദേഹം സ്വർഗം പ്രാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചരമ പ്രസംഗത്തിൽ അന്ന് വികാരിയായിരുന്ന കുര്യാലശ്ശേരി പിതാവ് പറഞ്ഞു, എനിക്ക് തൊമ്മച്ചനെ ദൈവസന്നിധിയിൽ കാണാൻ കഴിയും. കേരള സഭയിൽ ആത്മായ സമൂഹത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ദൈവദാസനായ തൊമ്മച്ചൻ്റെ ജീവിതവും സഭ ഈ
ജൂൺ 29 ഔദ്യോഗികമായി അദ്ദേഹത്തെ ദേവദാസൻ എന്ന് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ അന്ത്യശാസനങ്ങളായിട്ട് അല്ലെങ്കിൽ മരണമൊഴികളായിട്ട് അദ്ദേഹം 11 കാര്യങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർക്കും അദ്ദേഹത്തിൻ്റെ അനുയായികളായിരുന്നവർക്കും സന്യാസിനികൾക്കും എല്ലാവർക്കുമായിട്ട് നൽകി. ഞാനത് വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. 1. നാം ദാസന്മാരാണ്, മറ്റുള്ളവരെല്ലാം നമ്മുടെ യജമാനന്മാരാണ്. ഈ മനോഭാവത്തോടെ എപ്പോഴും മറ്റുള്ളവരോട് പെരുമാറുക. 2. നാം പാപികളാണ്, മറ്റുള്ളവർ നമ്മെക്കാളും ഏറെ നന്മയുള്ളവരും വിശുദ്ധരുമാണ്. ആ മനോഭാവം കാത്തുസൂക്ഷിക്കുക. 3. നാം മറ്റുള്ളവർക്ക് മനസ്സിനും ശരീരത്തിനും സങ്കടങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന ചിന്ത മനസ്സിലുണ്ടായിരിക്കും. 4. അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർ നമ്മെ സങ്കടപ്പെടുത്തിയെന്ന് ദുഃഖിപ്പിച്ചുവെന്ന് ഒരിക്കലും വിചാരിക്കരുത്. 5. മറ്റുള്ളവരോട് എപ്പോഴും ക്ഷമ പറയുന്നതിന് നല്ല മനസ്സ് കാണിക്കണം. 6. തമാശയായിട്ട് പോലും ഒരു നുണ പറയരുത്. 7. വൃഥാ സമയം ഒരിക്കലും കളയരുത്. 8. നാം പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ ആത്മാവിനും ശരീരത്തിനും ഗുണകരമായവ മാത്രമായിരുന്നു. 9. എന്ത് നഷ്ടം സഹിച്ചാലും വാക്കുവ്യത്യാസം വരുത്തരുത്. 10. വിശുദ്ധ ദിനങ്ങൾ താല്പര്യത്തോടെ ആചരിക്കണം. 11. എല്ലായ്പ്പോഴും ദൈവത്തെ പറ്റിയുള്ള ഓർമ്മയിൽ ജീവിക്കുക. പുണ്യചരിതനായ അദ്ദേഹത്തിൻ്റെ 176ാമത് ജന്മദിനം ആചരിക്കുന്ന ഈ ദിവസം ദൈവദാസനായ തമ്പച്ചന് വഴി നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽമായരായ നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ അവയൊക്കെ സഭയുടെ പുരോഗതിയിലും വളർച്ചയിലും ഏറ്റവും ശ്രദ്ധേയമായ നാഴിക കല്ലുകളാണ്. തമ്മച്ചൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ സന്ദേശങ്ങളുള്ളത് അതാണ്. ദൈവം നമ്മെ